ഓരോ ദുരന്തം കഴിയുമ്പോഴും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ആണയിടുന്ന ഭരണകൂടവും സുരക്ഷാ മാനദണ്ഡങ്ങളെ പച്ചയ്ക്ക് ലംഘിക്കുന്ന പടക്ക ലോബികളും ചേർന്ന് ഒരു നാടിനെ മുഴുവൻ ചാവേറുകളാക്കി മാറ്റിയിരിക്കുന്നു. 10 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തിരിച്ചറിയാൻ പോലുമാകാത്ത ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്കായി ലബോറട്ടറികളിലേക്ക് അയക്കേണ്ടി വരുന്ന ഈ ദുരവസ്ഥയേക്കാൾ വലിയ എന്ത് നാണക്കേടാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉണ്ടാകാനുള്ളത്? ആഘോഷത്തിന്റെ ലഹരിയിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവനും കമ്മീഷൻ റിപ്പോർട്ടുകൾ ഫയലിൽ ഉറങ്ങുന്ന ഉദ്യോഗസ്ഥാനാസ്ഥയും ഇനിയെങ്കിലും ചോദ്യം ചെയ്യപ്പെടണം. വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ ഹോമിക്കുന്ന ഈ മരണക്കളിക്ക് അറുതി വരുത്താൻ ഇനി എത്ര DNA സാമ്പിളുകൾ നമ്മൾ ശേഖരിക്കേണ്ടി വരും? മുണ്ടത്തിക്കോട് വെറുമൊരു അപകടമല്ല, അത് ഭരണകൂടത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും പരാജയം കൂടിയാണ്. 10 ജീവനുകൾ എരിഞ്ഞടങ്ങിയെന്ന് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ ക്രൂരമായ സത്യം അതല്ല. പല മൃതദേഹങ്ങളും ആരുടേതാണെന്ന് ഇപ്പോൾ പോലും അറിയില്ല. 28 ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ഉറ്റവരെ ഒരു പിടി മാംസകഷ്ണങ്ങളിൽ തിരയേണ്ടി വരുന്ന മനുഷ്യരുടെ ആ ഗതികേടുണ്ടല്ലോ, അതാണ് തൃശ്ശൂരിൽ നിന്ന് കാണുന്നത്. 10 ബോഡിയാണ് നമുക്ക് ബോഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ 9 എണ്ണം ഐഡന്റിഫൈഡ് ആണ്. ഒരാളുടെ ബോഡി ഇപ്പോഴും അൺഐഡന്റിഫൈഡ് ആയിട്ട് തുടരുന്നു. പിന്നെ വിവിധ ശരീരഭാഗങ്ങൾ 28ഓളം ശരീരഭാഗങ്ങൾ ഇപ്പോൾ DNA അയച്ചിട്ടുണ്ട്. ആ ബ്ലാസ്റ്റിൻ്റെ ഇഫക്റ്റ്, അത് ആദ്യം വേവ്സിൻ്റെ ഇഫക്റ്റും പിന്നെ അതിൻ്റെ സെക്കൻഡറി ഇഫക്റ്റും ടെർഷറി ഇഫക്റ്റും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അത്രയും ഭീകര ഒരു സിറ്റുവേഷനായിരുന്നു. അത്തരം ഒരു അപകടം ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള സംഭവം. ആദ്യം പറയും ഒക്കെ സുരക്ഷിതമാണെന്ന് പറയും, പക്ഷേ അതിൽ കുറച്ച് കോംപ്രമൈസ് വരുമ്പോഴാണ് എപ്പോഴും ഇത്ര അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് ഒഴിവാക്കി ഇത്തരം കാര്യങ്ങളിൽ നോൺ കോംപ്രമൈസബിളായിട്ട് ജില്ലാ ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മുന്നോട്ട് പോയാൽ ഇങ്ങനൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. കരിമരുന്നിൻ്റെ സ്ഫോടനത്തിൻ്റെ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്ര ഹൈ ആയിരിക്കും അത് ഉണ്ടാകുമ്പോൾ, പിന്നെ അതിൻ്റെ ബ്ലാസ്റ്റ് ഇഫക്റ്റും ഉണ്ടാകും. അപ്പോൾ എല്ലാ ശരീരത്തിലും ബ്ലാസ്റ്റ് ഇഫക്റ്റ് ഉണ്ട്. കാരണം എല്ലാത്തിനും ബ്ലാസ്റ്റ് തന്നെയാണ് മരണകാരണമായിട്ട് പോകുന്നത്. എല്ലാ ശരീരത്തിലും ബേൺസിനേക്കാളും കൂടുതൽ ഒരു ബോഡിയാണ് കംപ്ലീറ്റ് ബേൺസിലേക്ക് പോയത്. പക്ഷെ ആ ബേൺസിലേക്ക് പോകുമ്പോൾ തന്നെ അതിനൊപ്പം ബ്ലാസ്റ്റും ഉണ്ട്. ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ടും പടക്ക നിർമ്മാണ ലോബികൾക്ക് ഒരു കുലുക്കവുമില്ല എന്നതിന്റെ തെളിവാണ് പാലക്കാട് കൊല്ലങ്കോട്ട് കണ്ടത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാലയിൽ അനുവദിച്ചാലും എത്രയോ അധികം വെടിമരുന്നാണ് ഇന്ന് പിടികൂടിയത്. മുണ്ടത്തിക്കോട്ട് 10 പേർ മരിച്ചു കിടക്കുമ്പോഴാണ് മറ്റൊരിടത്ത് ലാഭത്തിന് വേണ്ടി ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി വെടിമരുന്ന് കുന്നുകൂട്ടുന്നത്. ഇതിനെ അനാസ്ഥ എന്നല്ല, നരഹത്യ എന്ന് തന്നെ വിളിക്കണം. തൃശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടില്ല, നല്ല തീരുമാനം. പക്ഷേ ഈ തീരുമാനമെടുക്കാൻ 10 പേരുടെ ചോര വീഴണമായിരുന്നോ എന്നതാണ് ചോദ്യം. പാറമേക്കാവും തിരുവമ്പാടിയും പൂരത്തിന് വെടിക്കെട്ട് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അവർ മറന്നുപോകുന്ന ഒരു മുഖം കൂടിയുണ്ട്. കൊല്ലത്ത് പുറ്റിങ്ങൽ ദുരന്തത്തിൽ മരിച്ച വിഷ്ണുവിന്റെ മുഖം പല മുഖങ്ങളിൽ ഒന്നാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്നു ആ 21 വയസ്സുകാരൻ. മുംബൈയിൽ ജോലിക്ക് പോകാൻ ഇരിക്കെയാണ് അന്ന് വിഷ്ണുവിന് അവിടെ ചാവേറായി മാറേണ്ടി വന്നത്. 10 വർഷമായി ആ കുടുംബത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. കേസുകൾ എങ്ങുമെത്തിയിട്ടില്ല. നിയമം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതെന്ന വിഷ്ണുവിന്റെ അച്ഛന്റെ വാക്കുകൾ ഓരോ മലയാളിയുടെയും കരണത്തടിക്കുന്ന ഒന്നാണ്. അന്ന് വിഷ്ണു മരിച്ചിട്ട് പിന്നെ അതിനുശേഷമുള്ള നഷ്ടപരിഹാരങ്ങളൊക്കെ സർക്കാരിന് ലഭിച്ചിരുന്നു. അന്ന് അനുവദിച്ച പൈസ തന്നു. അതിനുശേഷം പിന്നെ ആരും വരികയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്, അവൾക്ക് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അതുപോലും കിട്ടിയിട്ടില്ല. ഞങ്ങളിങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. അവർ ഇങ്ങനെ ഇന്ന് നാളെ മറ്റന്നാളെന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടി പോവുകയാണ്. അതിൻ്റെ കേസ് നടത്തുക അല്ലെങ്കിൽ അതിനെപ്പറ്റി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അതിന് കോടതിക്കും സർക്കാരിനൊക്കെ അല്ലേ അറിയാം എന്താ കാര്യം എന്നുള്ളത്. നമുക്കറിയത്തില്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അത്രയേ ഉള്ളൂ. അതിൻ്റേതായ കർശന നിയമങ്ങളോടുകൂടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അപകടങ്ങൾ ഉണ്ടാവത്തില്ല. ഇത് ഒരു അന്വേഷണ കമ്മീഷണറെ വെച്ച് അവരതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കാര്യങ്ങൾ അവർ നടപ്പാക്കുന്നില്ല. കൊടുക്കുന്ന ആ നിയമ ഉപദേശങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് കൂടുതലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതൊക്കെ നിരോധിച്ചു കളയേണ്ട സമയം കഴിഞ്ഞു. കുറച്ച് ആവശ്യത്തിന് കുറച്ച് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ ഇത്രയും ഭയങ്കര കാര്യങ്ങളൊക്കെ നടത്തണമെന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാണ്. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന് കേൾക്കണം. ഒരു ദൈവവും പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, വിശ്വാസിയുടെ ഹൃദയ വിശുദ്ധിയിലാണ്.
ഈ കരിമരുന്നിന് ചെലവാക്കുന്ന കോടികൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ഇന്ന് പുഞ്ചിരിക്കുമായിരുന്നു. മുണ്ടത്തിക്കോട് വെടികെട്ട് ദുരന്തത്തിൻ്റെ ഹൃദയവേദനയിലാണ് മലയാളക്കര. ഓരോ ദുരന്തങ്ങൾക്ക് ശേഷവും അത് ആവർത്തിക്കാതിരിക്കാൻ നാം മുൻകരുതലുകൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ അവയുടെ ആയുസ് അടുത്ത അപകടം വരെ മാത്രമാണെന്ന് മുണ്ടത്തിക്കോട് ദുരന്തം തെളിയിക്കുന്നു. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെ ഇനിയും ഇത്തരം സങ്കടക്കാഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിവേകപൂർവം നാം പരിശ്രമിക്കണം. സഹതായും പരിശുദ്ധന്മാരും പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, വിശ്വാസിയുടെ ഹൃദയവിശുദ്ധിയിലാണ് എന്നത് നാം അറിഞ്ഞിരിക്കണം. മലങ്കര സഭയുടെ ദേവാലയങ്ങൾ ആഘോഷങ്ങൾ ലളിതമാക്കണം. അതിരുകടന്ന ആഘോഷങ്ങളിലല്ല, അവരനെ കരുതുന്ന സ്നേഹത്തിലും കരുണയിലുമാണ് ദൈവം പ്രസാദിക്കുന്നത്. ആഘോഷങ്ങൾക്കായി വിനിയോഗിക്കുന്ന പണം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സഹോദരങ്ങളുടെ നന്മയ്ക്കായി വിനിയോഗിക്കുവാൻ നമുക്ക് കൈകോർക്കാം. ഏതായാലും പരിശോധനകൾ നടക്കുകയാണ്. ചൂടല്ല ഈ അപകടത്തിന് കാരണമെന്ന് ഏകദേശം ഉറപ്പാകുന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. പരിചയക്കുറവുണ്ട്, അശ്രദ്ധയുമുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വില്ലന്മാർ. അപകട സ്ഥലത്ത് ഇനിയും 300 കിലോ സ്ഫോടക വസ്തുക്കൾ ബാക്കിയുണ്ട് എന്നത് എത്ര ഭയാനകമാണ്. നമ്മളൊരു അഗ്നിപർവ്വതത്തിന് മുകളിലിരുന്നാണോ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്? ഭരണകൂടത്തിനും രാഷ്ട്രീയക്കാർക്കുമൊക്കെ ഇതിന് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. എത്ര വിഷ്ണുമാർ, അങ്ങനെ എത്ര പേരാണ് മരിക്കേണ്ടത്? ഇനി എത്ര DNA സാമ്പിളുകൾ ലബോറട്ടറികളിലേക്ക് അയക്കണം? ആചാരങ്ങൾ സംരക്ഷിക്കാൻ ആളെ കൊല്ലുന്ന രീതി എപ്പോഴാണ് അവസാനിപ്പിക്കുക? നിയമത്തെ പോലും വഴിമാറ്റുന്ന മതവികാര തടവറകളാണ് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള കാരണം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന് ശേഷമുള്ള ഇന്നത്തെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ വെടിക്കെട്ട് നിയന്ത്രണ നിയമങ്ങൾ വെറും പ്രഹസനമാണ് എന്നതിലേക്ക് തന്നെയാണ്. ഒന്ന്, നടക്കുന്നത് ലൈസൻസിനെ വെല്ലുവിളിക്കുന്ന അതിക്രമം തന്നെയാണ്. കൊല്ലങ്കോട് പാറമേക്കാവ് പടക്ക നിർമ്മാണശാലയിൽ നടന്നത് ശുദ്ധമായിട്ടുള്ള നിയമലംഘനമാണ്. ഓരോ ലൈസൻസിനും അനുവദിക്കപ്പെട്ട കൃത്യമായിട്ടുള്ള അളവുണ്ട്. അത് ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിന്റെ തീവ്രത പ്രവചനാതീതമാണ്. ഇവിടെ ഉടമയ്ക്കെതിരെ കേസെടുത്തു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത്തരം നിർമ്മാണശാലകൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് എത്രത്തോളം അകലെയാണെന്നും അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്നും ഉറപ്പാക്കാൻ ഇതുവരെ ആർക്കും സാധിക്കുന്നില്ല. ഇനി വെടിക്കെട്ടില്ലാതെ പൂരം നടത്താനുള്ള തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യം പരിശോധിക്കുക വേണം. ഇനി 10 പേരുടെ മരണം നടന്നില്ലായിരുന്നെങ്കിൽ ഇത്തവണയും ഈ വെടിക്കെട്ട് ഇതേ അപരിഷ്കൃത രീതിയിൽ മുൻപത്തെ പോലെ ആവേശത്തോടെ നടന്നേനെ. വിശ്വാസത്തെയും ആചാരങ്ങളെയും രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും സ്വതന്ത്രമായി നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുറ്റിങ്ങൽ ദുരന്തം കഴിഞ്ഞ് 10 വർഷമായിട്ടും ഒരു കുടുംബത്തിന് പോലും പൂർണ്ണമായ നീതിയോ കുറ്റവാളികൾക്ക് ശിക്ഷയോ ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്താലും ഈ ശിക്ഷിക്കപ്പെടില്ല എന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അത് പുതിയ നിയമലംഘകർക്കും വളമാകുകയാണ്. ഈ വിചാരണകളൊക്കെ വൈകുന്നത് പാവപ്പെട്ട ഇരകളോടുള്ള ക്രൂരതയാണ്. മുണ്ടത്തിക്കോട് അപകട കാരണം മരുന്ന് നിറയ്ക്കുന്നതിലെ പരിചയക്കുറവാണെന്ന നിഗമനം ഞെട്ടിക്കുന്നതാണ്. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ചൈനീസ് മാതൃക പോലും ഇല്ലാതെ ഈ 10 ജീവനുകൾ നമുക്കൊപ്പം ഉണ്ടാകാത്തതിന് ആരെയാണ് കുറ്റം പറയുക? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര മടിക്കുന്നത്? മുണ്ടത്തിക്കോട് ഒരു പാഠമാകണം. പൂരത്തിനുള്ള നിയന്ത്രണം ഒരു താൽക്കാലിക നടപടി മാത്രമായി ഒതുങ്ങരുത്. കേരളത്തിലെ എല്ലാ വെടിക്കെട്ടുകളും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുകയും നിർമ്മാണം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഇൻഡസ്ട്രിയൽ പാർക്കുകളിലേക്ക് മാറ്റുകയും ചെയ്യാതെ ഈ മരണ വാർത്തകളൊന്നും അവസാനിക്കില്ല. 10 പേരുടെ ജീവനിങ്ങനെ ചിന്നിച്ചിതറി പോയിട്ടും നമുക്ക് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടി വരുന്നത് ആചാരങ്ങളെക്കുറിച്ചാണോ എന്നതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപവും ദുഃഖവും. 10 മൃതദേഹങ്ങൾ മുന്നിൽ കിടക്കുമ്പോഴും ആ ചോരയുടെ മണം മാറുന്നതിന് മുൻപ് തന്നെ തൊട്ടടുത്ത പടക്കപ്പുരകളിൽ ടൺ കണക്കിന് വെടിമരുന്ന് അനധികൃതമായി ഒളിപ്പിച്ചു വെക്കുന്ന ആ മനസാക്ഷി ഉണ്ടല്ലോ, അതിനെ ഏത് ദൈവത്തിന്റെ പേരിട്ടാണ് ന്യായീകരിക്കാൻ പോകുന്നത്? മുണ്ടത്തിക്കോട് ഒരു പാഠമാകണമെന്ന് നമ്മൾ മണിക്കൂറുകളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പുറ്റിങ്ങൽ ഈ നാടിന് പാഠമായിരുന്നോ? ശബരിമലയിലെ സ്ഫോടനം നമുക്ക് പാഠമായിരുന്നോ? അല്ല. ഓരോ ദുരന്തം കഴിയുമ്പോഴും കണ്ണീരൊഴുക്കാൻ ഒരു ജനതയുണ്ട്. റിപ്പോർട്ട് എഴുതാൻ ഏതെങ്കിലും ഒരു കമ്മീഷനുണ്ട്. ആ റിപ്പോർട്ട് ചവറ്റുകുട്ടയിലെറിയാൻ ഒരു ഭരണകൂടവും ഇവിടെ സ്ഥിരം കാഴ്ചയായി എത്തും.
ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വെറും 2 ആഴ്ച മതിയെന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്നു. പക്ഷേ ആ 2 ആഴ്ച കണ്ടെത്താൻ നമ്മുടെ സർക്കാരിന് 10 വർഷം കഴിഞ്ഞിട്ടും സാധിച്ചില്ല. ഈ മെല്ലെപ്പോക്കിന് പിന്നിൽ ഏത് രാഷ്ട്രീയ ലോബിയാണ്? ഏത് മതസംഘടനകളുടെ സമ്മർദ്ദമാണ്? വിശ്വാസികളെയും പൂരപ്രേമികളെയും വൈകാരികമായി ഇളക്കിവിട്ട് നിയമം നടപ്പിലാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരുടെ നട്ടെല്ലൊടിക്കുന്ന ഈ രീതിയുണ്ടല്ലോ, അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ദൈവത്തിന് പ്രസാദിക്കാൻ പാവപ്പെട്ടവന്റെ നെഞ്ചിലെ വെടിമരുന്ന് കത്തണമെന്നില്ല. ഈ കരിമരുന്നിന് പൊടിക്കുന്ന കോടികൾ വിഷ്ണുവിനെ പോലെയുള്ള എത്രയോ യുവാക്കളുടെ സ്വപ്നങ്ങളെയാണ് കരിച്ചു കളഞ്ഞത്. മുണ്ടത്തിക്കോട്ട് കത്തിയമർന്നത് 10 തൊഴിലാളികൾ മാത്രമല്ല, ഇവിടുത്തെ നിയമവ്യവസ്ഥ കൂടിയാണ്. ഇന്ന് തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് വേണ്ട എന്ന് വെച്ചു, നല്ലതാണ്. പക്ഷേ ഒരിക്കൽ കൂടി പറയുന്നു, ആ തീരുമാനം 10 പേരുടെ ചിതയ്ക്ക് മുകളിൽ ഇരുന്നല്ല എടുക്കേണ്ടിയിരുന്നത്. ഇനി വരാനിരിക്കുന്ന എല്ലാ ആഘോഷങ്ങൾക്കും ഇതൊരു താൽക്കാലിക നിയന്ത്രണമായി ഒതുങ്ങരുത്. മനുഷ്യ സമ്പർക്കമില്ലാത്ത സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ നമുക്ക് എന്ന് സാധിക്കും? കമ്പ്യൂട്ടറൈസ്ഡ് ഫയറിംഗ് സിസ്റ്റം നിർബന്ധമാക്കാൻ നമ്മുടെ ദേവസ്വങ്ങൾ എന്നാണ് തയ്യാറാക്കുക? ജനം എന്താണ് പറയുന്നത്? കേൾക്കാം. ഒഴിവാക്കി ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂരുകാർക്കൊരു വല്ലാത്ത വൈകാരികമായ ഒരു വിഷയം കൂടിയാണല്ലോ. കാര്യം തന്നെയാണ്. വെടിക്കെട്ടില്ലാണ്ട് നമുക്കൊരു പൂരം കാണാൻ പറഞ്ഞൊരു ബുദ്ധിമുട്ടാണ്. പൂരം ഉണ്ടെങ്കിൽ തന്നെയാണ് എല്ലാവരും പൂരങ്ങൾക്ക് എത്തുള്ളൂ. ഈ കൊല്ലം എല്ലാ പൂരങ്ങൾക്കും അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ എത്തിയതാണ്. പക്ഷേ ഈ മാതിരി അപകടം കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഈ ദുരന്തമുണ്ടായാലും നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. ഇപ്പോൾ വെടിക്കെട്ട് ഇപ്പോൾ ഈ വർഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൂരം അതിൻ്റെ അതുപോലെ നടക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ്. വെടിക്കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പൂരം മറ്റുള്ള ചടങ്ങുകളൊക്കെ അതുപോലെ നടക്കട്ടെ എന്നുള്ളൊരു പൂരം നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുന്നതിന് ആഗ്രഹം. പക്ഷേ ഈ സംഭവം ഉണ്ടായാലും എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ അത് കാരണം വെടിക്കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പൂരം നടന്നു പോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഒരു പ്രാവശ്യം വെടിക്കെട്ടില്ല, അതും പൂരം നടത്തട്ടെ. ഇനിയിപ്പോൾ ഇത്രയും പേര് മരിച്ചിരിക്കുന്ന ഒരു സംഭവത്തിൽ നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ അതിൽ പൂരം അതിൻ്റെ ചടങ്ങായിട്ട് സാധാരണ നടക്കണ പോലെ നടക്കട്ടെ. അത്രയും വലിയത്ത ദുരന്തം ഉണ്ടായിട്ട് എല്ലാവർക്കും കണ്ണീരിലായിരുന്നു നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം ഇതൊന്നല്ലല്ലോ വേണ്ടത്. സമാധാനമായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സഹകരിക്കും. 10-14 ആൾക്കാർ മരിച്ചിട്ടിരിക്കല്ലേ, അവന് പ്രാവശ്യം വെടിക്കെട്ട് വേണ്ടെന്ന് വയ്ക്കാം. പൂരം മാത്രം മതി, അല്ല നല്ലത്. അല്ലാണ്ട് ഇപ്പോൾ രക്ഷയില്ല. 14 ആൾക്കാർ ഇത് വീട് തൊട്ടത് മരിച്ചാണ്. മുണ്ടത്തോട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ടല്ലോ, വീടിൻ്റെ അവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരിലെ പോയിണ്ടാവുക, അടുത്തുള്ള ആൾക്കാരല്ലേ. എപ്രാവശ്യം വേണ്ടെന്ന് വയ്ക്കണം. പോരാ എല്ലാ പോലും ഉണ്ണി ഉണ്ടാവുമല്ലോ. തൃശ്ശൂർകാർക്ക് അംഗീകരിക്കാൻ അറിയുമെന്ന് വെച്ചാൽ ഈ 10-14 പേര് മരിച്ചെടുത്ത് പൂരം നടക്കട്ടെ, പൂരം ഗംഭീരമായിട്ട് നടന്നോട്ടെ. വെടിക്കെട്ട് വേണ്ട. ഈ വെടിക്കെട്ട് കൊണ്ടേ പൂരം നന്നാവുള്ളൂന്നുണ്ട്. അതില്ലല്ലോ. വെടിക്കെട്ടിനേക്കാളും ഗമയാണ് അവിടുത്തെ അലങ്കാരങ്ങൾ, ആന എഴുന്നള്ളത്ത്, കുടമാറ്റം, അതൊക്കെയാണ് ഗംഭീരം. അപ്പോൾ ഒരു കാരണവശാലും വെടിക്കെട്ട് മാറ്റി വെച്ചിട്ട് പൂരം ഗംഭീരമാണ് നടത്തട്ടെ. ചൂട് കൂടുതലാണ്, വെയിൽ ഇതൊക്കെ കൂടുമ്പോൾ അത് അപകടങ്ങൾ കൂടുതൽ തന്നെയാണ് എപ്പോഴും വരിക. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക. ഇപ്പോൾ അതിന് പൂരം വല്ലാണ്ടൊരു ആഘോഷമായിട്ട് നടത്തണില്ല എന്നാണ് ഇപ്പം ഇന്ന് TV കണ്ടത്, വാർത്ത കണ്ടത്. നമ്മളിപ്പോൾ അത് അതിനോട് കൂടുതൽ താല്പര്യമില്ല. ഇനിയിപ്പോൾ അത് നടത്തണ്ടെന്ന് നമ്മളൊന്നൊരു ഇത് പറയാനും അവർക്ക് പറ്റാത്തൊരു സ്ഥിതിയല്ലേ. പല തവണയായി നമ്മൾ പറയുന്നു, വേണ്ടത് മനുഷ്യന്റെ കൈകൊണ്ട് മിക്സ് ചെയ്ത് വെടിക്കെട്ട് മരുന്നുണ്ടാക്കുന്ന അപരിഷ്കൃത രീതിയല്ല, മറ്റ് ലോകരാജ്യങ്ങളിലേതുപോലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വേണം നമുക്കെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പാർക്ക് ഉണ്ടാകാനുള്ള ഒരു തീരുമാനത്തെ തൃശ്ശൂരിൽ തുരങ്കം വെച്ചത് ആരാണ്? ശിവകാശിയിലെ പടക്ക നിർമ്മാണ മേഖലയ്ക്ക് ഈ തീരുമാനം അട്ടിമറിക്കാൻ കഴിഞ്ഞത് ആരുടെ പിൻബലത്തിലാണ്? VS സുനിൽകുമാറിന്റെ വാക്കുകളിലുണ്ട് മറഞ്ഞിരിക്കുന്ന ആ മാഫിയയുടെ ശക്തിയും സ്വാധീനം. അല്ല, അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഈ മാനുഫാക്ചർമാരായിട്ടുള്ള ഇവിടെയുള്ള ആളുകൾ തന്നെയാണ്, കുറേ ആളുകൾ തന്നെയാണ് അതിനോട് വിമുഖത കാണിച്ച് പിറകിട്ട് മാറിയത് എന്ന് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. കാരണം അന്ന് ആ യോഗത്തിൽ വിളിച്ച ആളുകളൊക്കെ പിന്നീട് അതിനകത്ത് താല്പര്യം കാണിക്കാതിരുന്നു. സർക്കാർ അതിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടി ദേവസ്വം ബോർഡിന് തന്നെ 55 ഏക്കർ സ്ഥലം അതിനുവേണ്ടി കണ്ടെത്തി അവരുമായിട്ട് സംസാരം നടത്തുകയും ബഡ്ജറ്റിൽ അതിനുവേണ്ടി പിന്നെ ഒരു സം എമൗണ്ട് ഓഫ് അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് ഇതിന് മുൻകൈ എടുക്കേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ താല്പര്യം കാണിക്കാതെ വന്നുകൊണ്ടാണ് ഞാൻ ആ സംശയം പ്രകടിപ്പിച്ചത്. അത് കൺഫേംഡ് ആയിട്ട് സംശയമല്ല, അത് എനിക്ക് വളരെ ബലമായ സംശയമുള്ള ഒരു കാര്യമാണ്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമായി അതുമായി മുന്നോട്ട് വരാൻ താല്പര്യം എടുത്ത് മുന്നോട്ട് വന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയിട്ടുണ്ട്. എന്തായാലും 10 പേരുടെ ചിതയ്ക്ക് മുന്നിൽ ഇനിയൊരു വെടിക്കെട്ട് ആഘോഷിക്കാൻ പാടില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു ബോൾഡ് സ്റ്റാൻഡുണ്ട്.
അതിന് കേരളത്തിന് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്. പാറമേക്കാവും തിരുവമ്പാടിയും സമ്മർദ്ദ തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിട്ടും പൂരത്തിന്റെ ആവേശത്തെക്കുറിച്ച് സംസാരിച്ചിട്ടും സർക്കാരിന്റെ ശബ്ദം ഇടറിയില്ല. പൊതുവികാരം നിങ്ങൾ കാണുന്നില്ല എന്ന മന്ത്രി VN വാസവന്റെ ആ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഈ ദേവസ്വങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കൃത്യമായ നിലപാടുകൾ ഓരോ വിഷയത്തിലും സമയാസമയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുക. ഈ വിഷയത്തിലും സർക്കാരിൻ്റെതായ കൃത്യമായ നിലപാടുകളുണ്ടാകും. ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ആ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ടാണ് സർക്കാർ നിലപാടുകൾ കൃത്യമായി അവരുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുക. നിലവിൽ എക്സിക്യൂട്ടീവ് ഒരു നിയമം പാസ്സാക്കിയാലും ആ നിയമത്തെ ചില ഘട്ടങ്ങളിൽ ജുഡീഷ്യറി വ്യാഖ്യാനിക്കാറുണ്ട്. ഇനി അത്തരത്തിലുള്ള പഴുതുകൾ പോലും അടച്ചുകൊണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എന്തെല്ലാം സ്വീകരിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകൾക്ക് തുടക്കം കുറിക്കേണ്ട സമയമായിരിക്കും. സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാൻ ഗവൺമെൻറ് ഇന്നലെ അടിയന്തരമായി സ്പെഷ്യൽ ക്യാബിനറ്റ് ചേർന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ സുരക്ഷിതത്വം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് ജനപ്രതിനിധികളായിരുന്നാലും രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും മീഡിയ ആയിരുന്നാലും എല്ലാവരും ഈ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ നിലപാടുകളിൽ അവരവരുടേതായിട്ടുള്ള ചുമതലകൾ നിർവഹിച്ചാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഈ സംഭവം നമ്മളെ ആവർത്തിച്ചുറപ്പിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതായ ചില നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിയിരുന്നു. ഇനിയും ചില കാര്യങ്ങളിൽ നമുക്ക് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് വിദേശ നാടുകളിലെ പോലെ പ്രകാശപൂർണമായ അവസരമൊരുക്കിയും ശബ്ദത്തിൻ്റെ കാഠിന്യം കുറച്ചുമുള്ള വെടിക്കെട്ടുകൾ നടത്തുന്ന സാഹചര്യം വിദേശത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൂടാ എന്നതടക്കമുള്ള ഭാവി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിലേക്ക് വരേണ്ടതുണ്ട്. ഒപ്പം നിങ്ങൾ ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്തിയത് ഏറ്റവും നന്നായ ഒരു സമീപനമായി കണക്കാക്കുന്നു. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഒരു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് അവകാശപ്പെടുമ്പോഴും മറ്റിടങ്ങളിൽ നമ്മൾ കാണുന്ന നൂതന രീതിയിലുള്ള വെടിക്കെട്ട് സമ്പ്രദായങ്ങൾ, അതായത് ആളുകൾക്ക് അപായം ഉണ്ടാകാത്ത രീതിയിൽ നമുക്കിതെല്ലാം ഒരുക്കാൻ പറ്റും. നമുക്ക് വർണ്ണം വേണം, വെളിച്ചം വേണം, വിസ്മയം വേണം, പ്രകമ്പനം വേണം, ഇതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ രീതിയിൽ നമ്മൾ കാലോചിതമായ ഒരു പരിഷ്കാരത്തിലൂടെ കടന്നു പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ബിഗ് ടിവിയുടെ അഭിപ്രായം കൂടി അങ്ങ് ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്ക് ഒന്നിച്ച് വേണമല്ലോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. നിശ്ചയമായും നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിച്ചുകൊണ്ടാണല്ലോ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഭാവിയിൽ ഇതുണ്ടാവാതിരിക്കാൻ നമുക്കെല്ലാം ചേർന്ന് പൊതുസമൂഹം ഉൾപ്പെടെ എല്ലാവരും ചേർന്നുള്ള ഒരു ചർച്ച ആരംഭിച്ച് ഇതിന് മാറ്റങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്ന നിശ്ചയദാർഢ്യത്തോട് നീങ്ങാൻ ആവശ്യമായ നീക്കങ്ങളാണ് പൊതുവിൽ നമുക്കുണ്ടാവേണ്ടത്. അതിനെ നമുക്കെല്ലാം ചേർന്ന് ഒരുമിക്കാം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പൂരത്തിന്റെ പ്രൗഢിയേക്കാൾ വലുത് മനുഷ്യന്റെ ജീവനാണെന്ന് അടിവരയിട്ടുകൊണ്ട് കുടമാറ്റം വെറും 15 മിനിറ്റിൽ ഒതുക്കിയും വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയും സർക്കാർ എടുത്ത ഈ തീരുമാനം കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ്. വെടിമരുന്നിന്റെ അശാസ്ത്രീയ ഉപയോഗത്തിനെതിരായ നമ്മുടെ ബിഗ് ടിവി ക്യാമ്പയിനെ മന്ത്രി അഭിനന്ദിക്കുമ്പോൾ അത് ഈ പോരാട്ടത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ്. കർശന നടപടിയെടുക്കാൻ പരിമിതികളുണ്ട് എന്ന് മന്ത്രി തുറന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഈ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് ഇത്തവണ സർക്കാർ കാണിച്ച ആ നട്ടലുണ്ടല്ലോ, അത് തന്നെയാണ് ഇനിയുള്ള കാലത്ത് നമുക്ക് വേണ്ടത്. വിശ്വാസവും ആചാരവും മനുഷ്യനെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ ഈ ഇടപെടൽ നിയമം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഓരോ സാധാരണക്കാരനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതായി.